അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. അപ്പോൾ കുറച്ച് ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാം. കുട്ടികൾക്ക് പോലും റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മൾ തീ പോലും കത്തിക്കാതെ ആണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് നമുക്കൊരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്കൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരനെ നമ്മൾ ഇതിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ ഞാനിപ്പോൾ 2 സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കണ്ട, അത്രയും മെൽറ്റാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയിലേക്കും പാൽപ്പൊടിയിലേക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നല്ല കുറേ 10 മിനിറ്റൊക്കെ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ അത് നല്ലൊരു ക്രീമി പരുവായിട്ട് വരും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒരുമിച്ച് അടിച്ചെടുത്താൽ ഇത് നല്ല ലൂസായിട്ട് പോവും. അപ്പം നമുക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പം നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ബട്ടർ കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ബട്ടർ ഇതിലേക്ക് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ചേർത്ത് പോകരുത്, അപ്പം ഇത് നല്ല ലൂസായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇതൊരു ക്രീമി പരുവാക്കിയിട്ട് എടുക്കാം. കുട്ടികൾക്ക് പോലും റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. അത്രയും ആയി കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ ഇനി ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ട് ഈ വട്ടത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് അങ്ങ് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് നമ്മുടെ ബ്രെഡ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തതന്നേ ഉള്ളൂ. നമുക്ക് കട്ട് ചെയ്തെടുക്കാതെയും നമ്മുടെ ക്രീം ബ്രെഡിൻ്റെ മുകളിലൂടെ തേച്ചിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് കട്ട് ചെയ്തെടുക്കാതെയും നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷേപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എല്ലാ ബ്രെഡും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ ബ്രെഡ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിലേക്ക് അത്യാവശ്യം കട്ടി തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ബ്രെഡിൻ്റെ പീസും കൂടെ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് ആ ബ്രൗൺ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ ക്രീം തേച്ചെടുക്കാം. ഇപ്പം ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ക്രീം തേച്ചെടുത്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. അപ്പോൾ നമ്മൾ സൈഡത്തെ നമ്മുടെ ബ്രെഡിൻ്റെ ആ ബ്രൗൺ കളറൊക്കെ നമുക്കൊരു കത്തി വെച്ചിട്ട് അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പൊടിച്ചെടുത്ത് ചൂടാക്കി എടുത്താൽ ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.